കെ കരുണാകരൻ്റെയും എ കെ ആൻ്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും നേതൃത്വത്തിൽ കേരളത്തിൽ ഗ്രൂപ്പ് യുദ്ധങ്ങൾ സജീവമായിരുന്ന ഒരു കാലഘട്ടത്തിൽ, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഗ്രൂപ്പ് യുദ്ധങ്ങൾ കൊടുമ്പിരി കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് എതിർ ഗ്രൂപ്പുകൾക്ക് മേൽ ആധിപത്യം നേടുവാനും പാർട്ടി പിടിച്ചടക്കുവാനും സ്വന്തം നേതാവിനെ മഹത്വവൽക്കരിക്കുവാനും എതിർചേരിയിലെ നേതാക്കളെ അപകീർത്തിപ്പെടുത്തുവാനുമായി ഗ്രൂപ്പ് മാനേജർമാർ വിജയകരമായി ആവിഷ്കരിച്ച് നടപ്പാക്കിയിരുന്ന തന്ത്രങ്ങളായിരുന്നു. ഈ തന്ത്രങ്ങൾ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പാഠങ്ങളുമായിരുന്നു. എന്നാൽ ഇന്ന് മാറിയ ഈ കാലഘട്ടത്തിൽ തന്ത്രങ്ങൾ അറിയാത്ത, രാഷ്ട്രീയത്തെക്കുറിച്ച് കേവലമായിട്ടുള്ള ബോധം പോലും ഇല്ല എന്ന നിലയിൽ പെരുമാറുന്ന ഗ്രൂപ്പ് മാനേജർമാർ എതിർ ഗ്രൂപ്പുകാർക്കല്ല, നേരെ മറിച്ച് സ്വന്തം പാളയത്തിലെ നേതാക്കളുടെ പ്രതിച്ഛായയ്ക്കാണ് വലിയ രീതിയിൽ മങ്ങലേൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് താൻ സ്വന്തമായി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാതെ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പിടിമുറുക്കണം എന്ന പിടിവാശിയോടുകൂടി വി ഡി സതീശൻ എന്ന നേതാവ് വിജയകരമായി മുൻപോട്ട് പോയതും ആ ഒരു പിടിവാശി വിജയത്തിലെത്തിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയതും. വി ഡി സതീശന് ഒരു ഗ്രൂപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു പറ്റം പ്രമുഖ നേതാക്കളുണ്ട്, അല്ലെങ്കിൽ യുവ നേതാക്കളുണ്ട് എന്നതിനപ്പുറം ഒരിക്കലും അദ്ദേഹം ഒരു ഗ്രൂപ്പിൻ്റെ വക്താവായി നിലകൊണ്ടിട്ടില്ല. ഒരിക്കലും അദ്ദേഹം ഒരു ഗ്രൂപ്പ് സ്വന്തം നിലയിൽ സ്വന്തം പേരിൽ സംഘടിപ്പിക്കുവാൻ ശ്രമങ്ങളും നടത്തിയിട്ടില്ല. എന്നാൽ വ്യവസ്ഥാപിതമായ കോൺഗ്രസിൻ്റെ രീതിയിൽ ഗ്രൂപ്പുകൾക്ക് മേൽ ആധിപത്യമുറപ്പിച്ചുകൊണ്ട് ഗ്രൂപ്പ് സമവാക്യങ്ങൾ തനിക്ക് അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്താമെന്ന് കണക്കുകൂട്ടൽ നടത്തിയതാണ് കെ സി വേണുഗോപാലിന് വലിയ തിരിച്ചടിയായത്. സമാനമാണ് രമേശ് ചെന്നിത്തലയുടെയും അവസ്ഥ എന്ന കാര്യത്തിലും തർക്കം വേണ്ട. ഇവിടെ ഇപ്പോൾ കെ സി വേണുഗോപാലിന് ഏറ്റവും വലിയ ശാപമായി മാറിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് മാനേജർമാർ ചമഞ്ഞ് നടക്കുന്നവർ നടത്തുന്ന ചില രാഷ്ട്രീയ നീക്കങ്ങളാണ്. വി ഡി സതീശനെതിരെ അവർ നടത്തുന്ന ചില നീക്കങ്ങളാണ്. ഇത്തരം നീക്കങ്ങൾ വി ഡി സതീശൻ്റെ പ്രതിച്ഛായയ്ക്കോ വി ഡി സതീശൻ്റെ താരപരിവേഷത്തിനോ അല്ല മങ്ങലേൽപ്പിക്കുന്നത്. നേരെ മറിച്ച് കെ സി വേണുഗോപാൽ എന്ന നേതാവിനെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലും രാഷ്ട്രീയ പ്രവർത്തകരുടെ, അതായത് കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തകരുടെ മനസ്സിലും ഒരു വെറുക്കപ്പെട്ടവനായി പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം പോലും ഉൾക്കൊള്ളാതെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ വി ഡി സതീശനെ ആക്രമിക്കുവാൻ ഇറങ്ങി തിരിച്ചുകൊണ്ട് കെ സി വേണുഗോപാലിൻ്റെ പ്രതിച്ഛായയ്ക്ക് വലിയ രീതിയിൽ മങ്ങലേൽപ്പിച്ച കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പ്രമുഖരായ 2 വനിതാ നേതാക്കളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി പ്രതിപാദിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം. ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ, കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും തുടരണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ 2 പ്രമുഖ വനിതാ നേതാക്കളാണ്. KPCCയുടെയും കോൺഗ്രസ് പോഷക സംഘടനയുടെയും നേതൃനിരയിലുള്ള 2 പ്രമുഖ വനിതാ നേതാക്കളാണ് വി ഡി സതീശനെ കടന്നാക്രമിച്ചുകൊണ്ട് കെ സി വേണുഗോപാലിനെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ കെ സി വേണുഗോപാലിൻ്റെ അറിവോടെയൊന്നും ആയിരിക്കില്ല ഇത്തരക്കാർ നടത്തുന്ന ഈ മണ്ടൻ നീക്കങ്ങൾ എന്ന കാര്യത്തിലും തർക്കമില്ല. കാരണം കേരളത്തിലെ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSUവിൻ്റെ ഏറ്റവും എളിയ കമ്മിറ്റിയിൽ നിന്ന്, യൂണിറ്റ് കമ്മിറ്റിയിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളർന്ന് പന്തലിക്കുകയും ഇപ്പോൾ ദേശീയ തലത്തിൽ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള പദവി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന നേതാവാണ് കെ സി വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കലും ഇത്തരം മണ്ടൻ നീക്കങ്ങൾക്ക് പിന്തുണ നൽകുകയോ ഇത്തരം മണ്ടൻ നീക്കങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നവർ എന്ന നിലയിലാണ് ഈ ഗ്രൂപ്പ് മാനേജർമാർ കെ സി വേണുഗോപാലിന് തന്നെ ക്ഷീണം സംഭവിപ്പിക്കുന്ന രീതിയിൽ, കെ സി വേണുഗോപാലിൻ്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ വലിയ രീതിയിൽ മങ്ങലേൽപ്പിക്കുന്ന രീതിയിൽ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്നത്. ഈ പട്ടികയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ പേരുകാരി എന്ന് പറയുന്നത് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ കൂടിയായിട്ടുള്ള, രാജ്യസഭാ MP ആയിട്ടുള്ള ജെബി മേത്തറാണ്. വി ഡി സതീശനെതിരെ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രമേയം പാസ്സാക്കിക്കൊണ്ടാണ് വി ഡി സതീശനെ ലക്ഷ്യമിട്ട് ജെബി മേത്തർ നടത്തിയ നീക്കങ്ങൾ കെ സി വേണുഗോപാലിന് തന്നെ വിനയാക്കി മാറ്റിയിരിക്കുന്നത്. ജെബി മേത്തർ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ വി ഡി സതീശൻ ഒരു ഗവൺമെൻറ് പ്ലീഡറെ നിയമിച്ചില്ല എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് വി ഡി സതീശനെതിരെ പ്രമേയം പാസ്സാക്കുവാനായി മുൻകൈയെടുത്തതും സംസ്ഥാന കമ്മിറ്റി വിളിച്ചുകൂട്ടിയതും. ഈ കമ്മിറ്റിയിൽ തന്നെ പലരും ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറഞ്ഞെങ്കിലും ജെബി മേത്തറുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഭൂരിഭാഗം അംഗങ്ങളുടെയും ആനുകൂല്യത്തിലും പിൻബലത്തിലും ഇവർ മുഖ്യമന്ത്രിയായ വി ഡി സതീശനെതിരെ പ്രമേയം പാസ്സാക്കുകയായിരുന്നു. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ തങ്ങളുടെ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് പല വനിതാ നേതാക്കളും രംഗത്തെത്തുകയും ജെബി മേത്തർ സംഘടനയുടെ തന്നെ ശാപമായി മാറിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജെബി മേത്തറുടെ നേതൃത്വത്തിൽ മഹിളാ സാഹസ് യാത്ര എന്ന പേരിൽ കേരളത്തിലെ ഒട്ടുമിക്കവാലും മണ്ഡലങ്ങളിൽ
അതായത് കോൺഗ്രസിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ടുള്ള മണ്ഡലം കമ്മിറ്റികളിൽ തട്ടിക്കൂട്ട് പരിപാടികൾ സംഘടിപ്പിക്കുകയും ഓരോ മണ്ഡലത്തിൽ നിന്നും 10,000 രൂപ പിരിച്ചെടുക്കുകയും ചെയ്തതിൻ്റെ കണക്കുകളും ലഭ്യമായിട്ടില്ല എന്ന ആക്ഷേപവും ഇവർക്കെതിരെ നിലകൊള്ളുന്ന വിഭാഗം ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. ഇത്തരത്തിൽ കെ സി വേണുഗോപാലിനെ പ്രീതിപ്പെടുത്തുവാനും കെ സി വേണുഗോപാലിൻ്റെ എതിരാളിയെന്ന് അവർ വിശ്വസിക്കുന്ന വി ഡി സതീശനെ ക്ഷീണിപ്പിക്കുവാനുമായി ജെബി മേത്തർ നടത്തിയ നീക്കങ്ങൾ ആത്യന്തികമായി കെ സി വേണുഗോപാലിനെയും ജെബി മേത്തറെയും രാഷ്ട്രീയമായി അവമതിപ്പുള്ള പരിഹാസ്യ കഥാപാത്രങ്ങളായി മാറ്റിയിരിക്കുന്നു എന്നതാണ് വസ്തുത. ജെബി മേത്തർ നേരത്തെ കെ സി വേണുഗോപാൽ പക്ഷക്കാരിയായിരുന്നില്ല എന്നതും നാം ഓർക്കേണ്ടതാണ്. സംഘടനയിൽ പിടിച്ചു നിൽക്കുവാനും സ്ഥാനമാനങ്ങൾ തുടർന്നും ലഭിക്കുവാനും വേണ്ടി കെ സി വേണുഗോപാലിനെ പ്രീണിപ്പെടുത്തുവാനായി ഒരു സുപ്രഭാതത്തിൽ കെ സി ഗ്രൂപ്പുകാരിയായി സ്വയം അവതരിച്ച വ്യക്തിത്വം കൂടിയാണ് ജെബി മേത്തർ. യഥാർത്ഥത്തിൽ വലിയ പ്രവർത്തന പാരമ്പര്യം ഒന്നുമില്ലാതെ തന്നെയാണ് ജെബി മേത്തർ രാജ്യസഭാ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയത്. അവരുടെ പിതാവിൻ്റെ ലേബലിൽ തന്നെയാണ് ഒരു പരിധിവരെ അവർക്ക് ഇത്തരം സ്ഥാനമാനങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ളത് എന്നതുകൂടി നാം ഓർക്കേണ്ടതാണ്. ഏതൊക്കെയാണെങ്കിലും ജെബി മേത്തറിനെ പോലെ തന്നെ വി ഡി സതീശനെ കടന്നാക്രമിച്ചുകൊണ്ട് കെ സി വേണുഗോപാലിനെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന മറ്റൊരു വനിതാ നേതാവാണ് KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപ്തി മേരി വർഗീസ്. പല ഘട്ടങ്ങളിലും കേരളത്തിലെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിലുണ്ടായി ആശയക്കുഴപ്പങ്ങളുടെ ഘട്ടത്തിൽ പോലും ദീപ്തി മേരി വർഗീസ് പരസ്യമായി കെ സി വേണുഗോപാലിന് പിന്തുണ നൽകിയ ഒരു നേതാവാണ്. കെ സി വേണുഗോപാലിന് ഇവർ പരസ്യമായി പിന്തുണ നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ല. കെ സി വേണുഗോപാലിനെ ഇവർ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിനും തെറ്റില്ല. പക്ഷേ അതിനുവേണ്ടി തീരെ ക്ഷമയില്ലാത്ത രീതിയിൽ വളരെ നിലവാരം താഴ്ന്ന രീതിയിൽ വി ഡി സതീശനെ കടന്നാക്രമിക്കുന്ന ഇവരുടെ ശൈലി എന്ന് പറയുന്നത് ആത്യന്തികമായി പരിക്കേൽപ്പിക്കുന്നത് കെ സി വേണുഗോപാലിനെയാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ബോധം പോലും ഇവർക്ക് ഉണ്ടാകുന്നില്ല എന്നിടത്താണ് ഇവർ ഒരു പരാജയമായി മാറുന്നത്. ദീപ്തി മേരിയെ സംബന്ധിച്ചിടത്തോളം കെ സി വേണുഗോപാലിനുള്ള ഭക്തിയേക്കാൾ ഉപരിയായി വി ഡി സതീശനോടുള്ള വൈരാഗ്യ ബുദ്ധിയാണ് അവരെ പലപ്പോഴും ഇത്തരം അപക്വമായ നീക്കങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് എന്നതുകൂടി നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് കൊച്ചിയിലെ കോർപ്പറേഷൻ കൗൺസിലർ കൂടിയാണ് ദീപ്തി മേരി വർഗീസ്. അവർ ആത്മാർത്ഥമായി താൻ കോർപ്പറേഷൻ മേയർ പദവിയിലേക്ക് UDFന് അധികാരം ലഭിച്ചാൽ ഒരു സ്വാഭാവിക ചോയ്സായി ഉയർന്നു വരുമെന്ന് കരുതിയിരുന്നു. എന്നാൽ വി ഡി സതീശൻ നടത്തിയ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ തനിക്ക് ഈ പദവി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന വ്യക്തിത്വമാണ് ദീപ്തി മേരി. അതുപോലെ ഇതിന് പരിഹാരം കാണുവാനായി പാർട്ടി തനിക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ ഒരു സീറ്റ് നൽകുമെന്നും അവർ പ്രത്യാശിച്ചിരുന്നു. ഇത്തരത്തിൽ ഇവർ നോട്ടമിട്ടിരുന്നത് കൊച്ചി സീറ്റാണ്. കൊച്ചി സീറ്റിൽ താൻ സ്ഥാനാർത്ഥിയാകുമെന്ന ഉറപ്പിന്മേൽ ഇവർ പോസ്റ്ററുകളും ബോർഡുകളും പോലും അച്ചടിച്ച് വെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവസാന നിമിഷം വി ഡി സതീശൻ്റെ നിർബന്ധ ബുദ്ധിയിൽ തൻ്റെ വിശ്വസ്ത വലങ്കൈയായ മുഹമ്മദ് ഷിയാസിന് അവിടെ സീറ്റ് നേടിയെടുക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. മുഹമ്മദ് ഷിയാസ് ഇന്ന് എറണാകുളം DCCയുടെ അധ്യക്ഷൻ മാത്രമല്ല കൊച്ചിയുടെ MLA കൂടിയാണ്. ഇക്കാര്യവും ദീപ്തി മേരി വർഗീസിന് വി ഡി സതീശനോടുള്ള എതിർപ്പ് രൂക്ഷമാകുവാൻ ഇടയാക്കിയിട്ടുള്ള ഒരു ഘടകമാണ്. ഈ രണ്ട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കെ സി വേണുഗോപാലിന് വേണ്ടി എന്ന വ്യാജേന ദീപ്തി മേരി വർഗീസ് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയെ പലപ്പോഴും കടന്നാക്രമിക്കുന്നത്. എന്നാൽ ഈ രണ്ട് വനിതാ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അപക്വമായ രാഷ്ട്രീയ നീക്കങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുക കുളിപ്പിച്ച് കൊച്ചില്ലാണ്ടായി എന്നൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുക എന്നതാണ്. ഏതൊക്കെയാണെങ്കിലും രണ്ട് വനിതാ നേതാക്കൾ ചേർന്ന് സ്വന്തം പാളയത്തിലെ രണ്ട് വനിതാ നേതാക്കൾ ചേർന്ന് കെ സി വേണുഗോപാലിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന രീതിയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രേക്ഷകർക്കായി വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.